എല്ലാവർക്കും നമസ്കാരം. ഞാനടക്കം എന്നോടൊപ്പമുള്ള ആളുകൾ, ഞാൻ മീനാങ്കൽ കുമാർ, എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ CPIയുടെയും ബഹുജന പ്രസ്ഥാനങ്ങളുടെയും വിവിധ ചുമതലകൾ നിർവഹിച്ചിരുന്നവരും ഇപ്പോൾ വിവിധ ചുമതലകളിൽ ഉള്ളവരുമാണ്. ആദ്യമായൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ CPIയുടെ മുൻ സംസ്ഥാന കൗൺസിൽ അംഗവും AITUCയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും ദേശീയ കൗൺസിൽ അംഗവുമാണ്. എന്നോടൊപ്പം ഇവിടെ പങ്കെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വട്ടിയൂർക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയും 2 തവണ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും 1 തവണ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ച ഫോർമർ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അസംഘടിത തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയും AITUCയുടെ ജില്ലാ സെക്രട്ടറിയുമായ വട്ടിയൂർക്കാവ് B. ജയകുമാറാണ്. അടുത്തത് 2020-22 കാലയളവിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച CPIയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച CPIയുടെ അരുവിക്കര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള കളത്തറ മധുവാണ്. AIYFൻ്റെ മുൻ മണ്ഡലം കമ്മിറ്റി അംഗവും AIYF മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള വർക്കല മണ്ഡലത്തിലെ ബിജുവാണ് മറ്റൊരാൾ. ചിറയൻകീഴ് മണ്ഡലത്തിലെ ചിറയൻകീഴ് ലോക്കൽ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയും AIDRMൻ്റെ മണ്ഡലം പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിക്കുന്ന പുളുന്തുരുത്തി ഗോപനാണ് മറ്റൊരാൾ. കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും AITUCയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീകണ്ഠൻ. കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ AITUCയുടെ സംസ്ഥാന സെക്രട്ടറിയും CPI നേതാവും ആര്യനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും SNDP യോഗത്തിൻ്റെ SNDP ആര്യനാട് യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സന്തോഷ് മീനാങ്കൽ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരടക്കമുള്ള ആളുകളാണ് ഈ പത്രസമ്മേളനത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പാർട്ടി ഘടകങ്ങളിൽ പരാതിയായി നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനടക്കം കത്തായി നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം ആദ്യം കൊടുത്ത ഒരു 9 പേജുള്ള സംഘടനാപരമായ വിഷയങ്ങളും പ്രത്യേകിച്ച് ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ജില്ലയിലെ മറ്റിതര വിഷയങ്ങളുമെല്ലാം ചേരുന്ന ഒരു തുറന്ന കത്ത് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ കൈവശത്തേക്ക് വന്നിട്ടുണ്ട്. മറ്റൊരു വാർത്താ കുറിപ്പ് ഉണ്ട്. മറ്റൊന്ന്, ഞാൻ കഴിഞ്ഞ 35 വർഷക്കാലത്തെ പ്രവർത്തന മേഖലയെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ കൂടി ചേരുന്ന ഒരു വിശദമായ വിവരങ്ങൾ നിങ്ങളോടൊപ്പം തന്നിട്ടുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് എഴുതിയ കത്തിൻ്റെ കോപ്പിയാണ് നിങ്ങളോട് തന്നിട്ടുള്ളത്. അതിൻ്റെ ഒറിജിനൽ കയ്യെഴുത്തിൻ്റെ കോപ്പി എൻ്റെ കൈവശം ഇപ്പോൾ ഇവിടെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് CPIയെ സംബന്ധിച്ച് ഒട്ടേറെ മഹാന്മാരായ നേതാക്കന്മാർ നയിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ശക്തമായ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ആശയും ആവേശവുമായിരുന്ന ഒരു വിപ്ലവ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളൊരു പാർട്ടി അല്ലാതായി മാറിയിരിക്കുകയാണ്. ആ പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല, അടിച്ചമർത്തുകയാണ്. അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും പാർട്ടി തയ്യാറാകുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഘടകങ്ങളിൽ ചർച്ച ചെയ്തിട്ട് പരിഹരിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ ഇന്നിപ്പോൾ പറയുന്നു. അഴിമതി ഇന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത നിലയിൽ ഏറ്റവും വലിയ അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയായി CPI മാറിയിരിക്കുകയാണ്. ചെറിയ പാർട്ടികളെപ്പോലും ചെറിയ പാർട്ടികളാണ് അഴിമതി നടത്തുന്ന പാർട്ടികളെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുമ്പിലെല്ലാം ഉണ്ടായിരുന്ന ഒരു
അറിവ് അതെല്ലാം മാറി ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അഴിമതി നടത്തുന്ന ഒരു പാർട്ടി CPI മാറിയിരിക്കുകയാണ്. അവിടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ, ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവരെ പുറത്താക്കുകയും മാറ്റി നിർത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന പാർട്ടി ഇന്ന് മാറിയിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതൊരു പാർട്ടി അല്ലാതായി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ മൂല്യങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിലുപരി ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാതായി ഈ പാർട്ടിയുടെ സെൻറ്റർ മാറിയിരിക്കുന്നു. ഈ പാർട്ടിയുടെ സെൻറ്റർ ഒരു നാഥനില കളരിയായി ഇന്ന് മാറിയിരിക്കുകയാണ്. 3-4 പേര് ചേരുന്ന ഒരു സംഘമാണ് ഈ പാർട്ടിയെ ഇന്ന് നയിക്കുന്നത്. ഞാനതിലേക്ക് കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറകോട്ട് വരാം. സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതിയും ബിനാമി ബിസിനസ്സുകളും ഇടപാടുകളും എന്തിനേറെ പാവപ്പെട്ട സാധാരണ സഖാക്കൾ വിയർപ്പൊഴുകി ചെറിയ ചില്ലിക്കാശുകൾ തുകകൾ പിരിച്ചുകൊണ്ടുവരുന്ന പാർട്ടി ഫണ്ട് പോലും തട്ടിയെടുക്കുന്ന നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ ഇന്ന് മാറുമ്പോൾ ഇന്ന് ഇതെല്ലാം പുറത്തു വരാൻ പോകുന്ന സന്ദർഭത്തിൽ വളരെയേറെ നാണക്കേടുണ്ടാക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി, പ്രത്യേകിച്ച് 2 ആളുകൾ, കേരളത്തിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിലും മാങ്കോട് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സമനില തെറ്റിയ ജില്ലാ സെക്രട്ടറി നയിക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. അതൊരു പാർട്ടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. GR അനിലിൻ്റെ ഒരു സ്വകാര്യ സ്വത്തായി, സ്വകാര്യ സംരംഭമായി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി കഴിഞ്ഞ കുറേ നാളുകളായി ഈ പാർട്ടി മാറിയിരിക്കുകയാണ്. നിരവധി അഴിമതികൾ ഈ കാര്യങ്ങളിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ടല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന വിഷയങ്ങളെ സംബന്ധിച്ച് മാധ്യമ സുഹൃത്തുക്കൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം അറിയാം. അതിൽ ബാസുരാങ്കൻ മാത്രമല്ല, CPI നേതൃത്വത്തിൽ ഉള്ള ആളുകൾക്ക് അതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളത് പുറം ചർച്ചകളും മാധ്യമ ചർച്ചകളും ദീർഘനാളുകൾ ആ കാലയളവിൽ നിന്നിരുന്നതാണ്. ബാസുരാങ്കിനെ സംബന്ധിച്ച് ബാസുരാങ്കൻ ഇപ്പോൾ ഒരു വർഷക്കാലത്തെ ജയിൽ ജീവിതമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നതായിട്ടാണ് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാസുരാങ്കൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാസുരാങ്കൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും വ്യത്യസ്തമായ അഭിപ്രായമില്ല. പാർട്ടിയെ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അതിനകത്ത് വലിയ പങ്കുണ്ട്. ഇത്തരം സഹകരണ സ്ഥാപനങ്ങൾ നയിക്കുന്ന ആളുകളെ കൊണ്ട് പരമാവധി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഭരണപരമായ പദവികളിലേക്ക് നിയോഗിക്കപ്പെടുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത്, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് വഴിവിട്ട സമീപനവും സ്വീകരിക്കുന്ന ഒരു നേതൃത്വമായി ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ പറഞ്ഞ നേതൃത്വം മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ബാസുരാങ്കൻ കേരളത്തിൻ്റെ ഭക്ഷ്യമന്ത്രി GR അനിലടക്കമുള്ള നേതാക്കന്മാരുടെ ഒരു കറവപ്പശുവായിരുന്നു. ഒട്ടനവധി ചൂഷണം അദ്ദേഹത്തെ കൊണ്ട് നടത്തിയിട്ടുണ്ട്. വഴിവിട്ട മാർഗങ്ങളിലൂടെ പാർട്ടിയുടെ ചില ഉന്നത നേതാക്കന്മാർക്കും അല്ലാത്തവർക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ബിനാമി വായ്പകൾ കൊടുക്കുന്നതിൻ്റെ ഒരു ലിസ്റ്റ് എല്ലാം മിക്കവാറും ബാസുരാങ്കനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവിടെ അതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ അതിൻ്റെ അന്വേഷണങ്ങളിപ്പോൾ അവസാനിച്ചിട്ട് അന്വേഷണം നടക്കുകയാണ്. അവിടെ ആ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ ബാസുരാങ്കൻ്റെ നടപടികൾ, ബാസുരാങ്കൻ്റെ തെറ്റായ സമീപനങ്ങൾ, അതിനോടൊപ്പം ആ സമീപനങ്ങളിൽ അത് ചെയ്യിപ്പിക്കുന്നതിൽ നല്ല പങ്ക് മന്ത്രി GR അനിലടക്കമുള്ള ആളുകൾക്കുണ്ട്. നോട്ട് നിരോധനം നടക്കുന്ന ദിവസം രാത്രി അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ഇന്നത്തെ മന്ത്രി, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. അവർ 2 ആളും രാത്രിയിൽ ഒരു വലിയ ബാഗുമായി, ആ ബാങ്കുമായി ബന്ധപ്പെട്ട ആശുപത്രിയും സഹകരണ ആശുപത്രിയും ബാങ്കും ഒരു കെട്ടിടത്തിലാണ്. എന്തിനാണ് മണിക്കൂറുകളോളം അവിടെ കാത്തിരുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർ മറുപടി പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടി വരും. അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. ബാസുരാങ്കനെ സംബന്ധിച്ച് ഞാനും ബാസുരാങ്കനും ഒരു കമ്മിറ്റിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ അംഗമായിരുന്ന സന്ദർഭത്തിൽ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അക്കാലത്ത് എന്നോട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. പല ഘട്ടങ്ങളിലായി വലിയ തുക ഈ കേരളത്തിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി
GRNൽ അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ പോലുള്ള കുറേ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളിൽ, ഞാൻ AITUCയുടെ ജില്ലാ സെക്രട്ടറിയാണ്, കഴിഞ്ഞ സമ്മേളനം നടക്കുമ്പോൾ 65 ലക്ഷം രൂപയുടെ വരവും ചെലവും കണക്ക് അവതരിപ്പിക്കുമ്പോൾ വാസുരാങ്കനെ പോലുള്ള ഒരാളിൽ നിന്നോ 10 രൂപ പോലും സംഭാവന വാങ്ങിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് ആത്മാഭിമാനത്തോടു കൂടി നെഞ്ച് വിരിച്ചു നിന്ന് പറയാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിയും. ഇത്തരം സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. വാസുരാങ്കത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇന്നിപ്പോൾ വാസുരാങ്കൻ്റെയും കണ്ടല ബാങ്കിൻ്റെയും സ്ഥിതി ഈ നിലയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ വെഞ്ഞാറമൂട് സർവീസ് സഹകരണ ബാങ്കാണ് അടുത്തൊരു ഇവരുടെ ഒരു മേച്ചിൽ പുറമായി മാറിയിരിക്കുന്നു. അവിടെ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 20 ആളുകളെ നിയമിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് തലവരിയായി വാങ്ങിയിട്ടുള്ളത്. 20 ആളുകളിൽ നിന്ന് 1 കോടി രൂപ കൈപ്പറ്റിയതിൽ നല്ലൊരു ശതമാനം ഈ 2 നേതാക്കളും തിരുവനന്തപുരം CPI ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാണ്. ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ ചർച്ചയാണ്. ആ പാർട്ടിക്കുള്ളിൽ ചർച്ച നടക്കുമ്പോൾ ഇവരെല്ലാം അടിച്ചമർത്തി അവരോടൊപ്പം നിൽക്കുന്ന ചില ആളുകൾ എല്ലാം അടിമ മനോഭാവത്തിൽ കഴിയുകയാണ്. എന്തെങ്കിലും എച്ചിൽ കഷ്ണത്തിനോ ഇല്ലൻ കഷ്ണത്തിനോ വേണ്ടി ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ കഴിഞ്ഞ ആഴ്ചയിലും വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ, ആ പഞ്ചായത്തിൽ താമസക്കാരാണ് എന്ന് വ്യാജമായ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് ഒരാളിൻ്റെ പേരിൽ ഒരു ഭൂമി പതിച്ചുകൊണ്ട് 3 വായ്പകൾ 50 ലക്ഷം രൂപ വീതമുള്ള 3 വായ്പകൾ 1.5 കോടി രൂപ വെഞ്ഞാറമൂട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിനെ സംബന്ധിച്ച് അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്, ഏത് ബിനാമി വായ്പയാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. വെഞ്ഞാറമൂട് സർവീസ് സഹകരണ ബാങ്ക് സഹകരണ വകുപ്പ് അനുസരിച്ച് 65, 66 എൻക്വയറിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു വാസുരാങ്കനെ പോലെ പരമാവധി ചൂഷണം ചെയ്ത് അതിനുശേഷം എല്ലാം ഊറ്റിയെടുത്ത് കരിമ്പിൻ ചണ്ടി പോലെ ഇത്തരം ആളുകളെ വലിച്ചെറിയുന്ന സമീപനം ഇക്കാര്യത്തിലും സ്വീകരിക്കും. അവിടെ ഒരാൾ മാത്രമല്ല, അവിടെ CPI മാത്രമല്ല, മറ്റ് ഓരോ പാർട്ടികളിലെയും ഓരോ നേതാക്കന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ഇത്തരം ആളുകളെ തങ്ങളുടെ ഇംഗിതത്തിന് എല്ലായ്പ്പോഴും കൂട്ടുന്നതില്ലെങ്കിൽ ആ ഒരവസരങ്ങളിൽ അങ്ങനെ കൂട്ടുനിൽക്കാത്ത സന്ദർഭത്തിൽ അവരെ വലിച്ചെറിയുന്ന സമീപനം സ്വീകരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം, അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പാർട്ടി ഫണ്ടിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ആ ജില്ലാ സമ്മേളനം കഴിയുമ്പോൾ ആ ജില്ലാ സമ്മേളനത്തിൽ സാധാരണ പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാറുണ്ട്. വരവ് ചെലവ് കണക്കിൻ്റെ റിപ്പോർട്ടും രാഷ്ട്രീയ റിപ്പോർട്ടും എല്ലാം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് പോലെ എല്ലാ പ്രതികൾക്കും കൊടുത്തില്ലെങ്കിലും അതിൻ്റെ കോപ്പി കൃത്യമായി മണ്ഡലം സെക്രട്ടറിമാർക്ക് കൊടുക്കും. മണ്ഡലം സെക്രട്ടറിമാർ മണ്ഡലം ഗ്രൂപ്പുകളിൽ അത് അവതരിപ്പിക്കും. അവിടെ ചർച്ചയുണ്ടാകും. അതിൻ്റെ പോരായ്മകൾ പൊതു സെക്ഷനിൽ ചർച്ച ചെയ്യപ്പെടും. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഈ പ്രാവശ്യം കണക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. കണക്ക് അവതരിപ്പിക്കപ്പെടാത്തതിൻ്റെ കാരണം പറഞ്ഞത്, കണക്ക് അവതരിപ്പിച്ചാൽ കണക്ക് ചോരും, കണക്ക് ചോർന്നാൽ ED പിടിക്കുമെന്നാണ് പറഞ്ഞത്. 7 ലക്ഷത്തിലധികം രൂപ അവിടെ ക്രമക്കേട് കണ്ടത്, ആ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചത് ആ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ആണ് എൻ്റെ നടപടിയിൽ ഒരു കാരണം. അതാണ് എന്നെ പുറത്താക്കുന്നതിന് ജില്ലാ സമ്മേളനം കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വരുന്ന കമ്മിറ്റികളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ധൃതി പിടിച്ച് ഇവിടെ പുറത്താക്കുകയുണ്ട്. ഞാൻ അതിലേക്ക് വരാം. 7 ലക്ഷം രൂപ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ കമ്മിറ്റിയിൽ ചർച്ച വന്നപ്പോൾ തലേ ദിവസം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് അത് പണമുണ്ട്, ആ പണം മിച്ചം കാണിക്കാം, കൈവശമുണ്ട്. 7 ലക്ഷം രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മിച്ച ബാക്കിയുള്ളതിൽ കൈവശം വയ്ക്കാൻ ഏതൊരു രീതിയും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. 25,000 രൂപയിൽ അപ്പുറം സൂക്ഷിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ 7 ലക്ഷം രൂപ പിടിക്കപ്പെട്ടപ്പോൾ ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിലെ ട്രഷററായി കഴിഞ്ഞ ഒരു സമ്മേളന കാലയളവിൽ പ്രവർത്തിച്ചയാളാണ്. 7 കോടി രൂപ വരവും 7 കോടിയിലധികം രൂപ വരവും 7 കോടിയിൽ ചില്ലാൻ രൂപ വരവും 67 ലക്ഷം രൂപ മിച്ചവുമാണ് അവിടെ അവതരിപ്പിച്ചത്. അതിലാണ് 7 ലക്ഷം രൂപ കാണാനില്ലാത്തത്. അപ്പൊ കണ്ടുപിടിക്കപ്പെട്ടത് 7 ലക്ഷമാണെങ്കിൽ എത്രയോ ദശലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ്
ധൃതി പിടിച്ചൊരു നടപടിയിലേക്ക് ഞാനൊരു സംഘടന വിരുദ്ധ പ്രവർത്തനവും നടത്തിയിട്ടില്ല. അതുമാത്രവുമല്ല, നിരവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്. 1 കോടി രൂപയ്ക്ക് ഇവിടെ മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ MN സ്മാരകത്തിന് തൊട്ടു പിന്നിലായി ഇവർ ഭൂമി വാങ്ങാൻ തീരുമാനിച്ചു. സാധാരണ ഭൂമിയും കെട്ടിടവും എല്ലാം പാർട്ടിക്ക് വേണ്ടി വാങ്ങുമ്പോൾ അവിടെ ഒരു സബ് കമ്മിറ്റി എടുക്കും. ഒരു സബ് കമ്മിറ്റിയും എടുത്തില്ല, ഒരു ചർച്ചയും നടന്നില്ല. അവിടെ ഏതാണ് ഓഫീസ്, ഏതാണ് വസ്തു, അവിടെ റോഡുണ്ട്, വഴിയുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ്. ഞാനത് കണ്ടിട്ടില്ല. എന്നെപ്പോലുള്ള ഈ ജില്ലയിലെ നേതാക്കന്മാർക്ക് അത് അറിഞ്ഞുകൂടാ. 1 കോടി രൂപ എന്നുള്ളത് ഏതാണ്ട് അതിൽ 20-30 ലക്ഷം രൂപ വരെ കമ്മീഷനായി കൈപ്പറ്റിയിട്ടുണ്ട് ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാണ്. ഞാനും ഒരു ടൈം ജില്ലാ ട്രഷററായിരിക്കുമ്പോൾ ആ അവസരത്തിൽ 6 മാസത്തെ കണക്ക് ബുക്കും ബില്ലും വൗച്ചറുകളും രസീതുകളും പരിശോധിച്ചതിൽ 6 മാസത്തെ കണക്കിൽ 6 വരവുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ്. അപ്പോൾ നിരന്തരമായി ഇവർ നടത്തുന്ന ഈ വെട്ടിപ്പ് അതൊരു തുടർച്ചയാണ്. പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ കൊടുക്കുന്ന പണം, ബഹുജനങ്ങൾ കൊടുക്കുന്ന ചില്ലിക്കാശ്, ചെറിയ കാശ് തട്ടിയെടുക്കുകയാണ്. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഘട്ടത്തിലും ഒരിടത്തും ഇല്ലാത്ത ഒരു രീതിയാണ് ഇക്കാര്യത്തിൽ ഇവിടെ തുടർന്നു വരുന്നത്. അതുപോലെ ഇത്തരം ആളുകളെല്ലാം സംബന്ധിച്ച് നമുക്കറിയാം. ബഹുമാന്യനായ മന്ത്രി GRL സംബന്ധിച്ച് ഇന്നും ഇന്നലെയുമല്ല കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി പാർട്ടി ചർച്ച ചെയ്തതാണ്. പല ഘട്ടങ്ങളിലായി എന്നെ ധൃതി പിടിച്ച നടപടിയെടുത്ത് 2 ആളുകളും ഏതാണ്ട് 6-7 തവണ പല കുറ്റകൃത്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടപടി ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ്. 35 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിക്കോ ഒരു വിശദീകരണത്തിനോ പോലും ഞാൻ അതിന് പാത്രമായിട്ടില്ല എന്നുള്ളത് എനിക്ക് ഇവിടെ ജനങ്ങളോടും നിങ്ങളോടും പറയാൻ. ഇവിടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിലെ പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപിനെ മാറ്റിയത് നിങ്ങൾ വിചാരിക്കും സാധാരണ ഒരു മാറ്റമായിരിക്കും എന്നുള്ളത്. പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപിനെ മാറ്റിയതിന് പിന്നിൽ ഇവിടെ ലീഗൽ മെട്രോളജി വകുപ്പ് നിങ്ങൾക്കെല്ലാം അറിയാം, ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന കൈക്കൂലി വാങ്ങുന്ന വകുപ്പാണ്. ആ വാങ്ങുന്ന കൈക്കൂലിയുടെ വിഹിതം പിരിച്ചു കൊടുക്കാൻ പ്രൈവറ്റ് സെക്രട്ടറി വിസമ്മതിച്ചത് കൊണ്ടാണ് പ്രദീപ് എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി മാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു യഥാർത്ഥ ദിശയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അതിന് നേതൃത്വം ഇത് പരിശോധിക്കപ്പെടണം. ഇദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടണം. രാജിവെച്ച് ഇദ്ദേഹം മാറി നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അരിമില്ലുകളിലെ അഴിമതി, അരിമില്ലുകളിലെ കേരളത്തിലെ മില്ലുകളിൽ യഥാസമയം ചിലപ്പോൾ കേന്ദ്രവിധം പണം കൊടുക്കാത്തതിൻ്റെ എല്ലാം വിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അരിമില്ലുമായി ബന്ധപ്പെട്ട മാസപ്പടി വാങ്ങുന്ന മന്ത്രിയായി കേരളത്തിലെ മന്ത്രി മാറിയിരിക്കുകയാണ്. എന്താണ് സ്ഥിതി? പാലക്കാട് തൊട്ടടുത്ത് അങ്ങോട്ട് മാറിയാൽ 10 ചുവട് വെച്ചാൽ കുറച്ച് മീറ്ററുകൾ മാറിയാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ നിന്ന് അവിടെ 23 രൂപയ്ക്ക് 13 രൂപയ്ക്ക് നെല്ല് വാങ്ങുകയാണ്. 1 കിലോ നെല്ല് 13 രൂപയ്ക്ക് വാങ്ങി ഇവിടെ 28 രൂപയ്ക്ക് കർഷകരുടെ പേരിൽ അളക്കുകയാണ്. 1 ഏക്കർ ഭൂമിയുള്ള ആളിന് 2200 കിലോ നെല്ലാ നിലയിൽ അളക്കാൻ കഴിയും. അതിന് വേറെ ഒരു തെളിവും വേണ്ട, ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള കൃഷി വകുപ്പിൻ്റെ പാഡി ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ മതി. ഇത്ര ഏക്കർ ഭൂമിയുള്ള കർഷകനാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണന് ഇത്ര ഏക്കർ ഭൂമിയുണ്ടെന്ന് പാഡി ഓഫീസർ റിപ്പോർട്ട് ചെയ്താൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വലിയ തോതിൽ നെല്ല് വാങ്ങി ഇവിടെ അളന്ന് അവിടെ ആ നിലയ്ക്ക് ആ കർഷകൻ്റെ പേരിൽ ബില്ലുകൾ മാറിയെടുത്ത് വലിയ തുക ആ നിലയിൽ അഴിമതി ഒരു ഭാഗത്ത് നടത്തുന്നു. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാലക്കാട് 2 പാർട്ടിയാക്കി മാറ്റി 3.5 വർഷക്കാലമായി ഒരുപക്ഷെ ഔദ്യോഗിക പാർട്ടിയേക്കാൾ കൂടുതൽ ശക്തമായ പാർട്ടി ഘടകമായി നിൽക്കുന്ന സേവ് CPM ഫോറം അങ്ങനെ 2ആക്കിയ പാർട്ടി. ആ 2ആക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ പ്രൊമോഷൻ കൊടുത്തു. അയാളെ ഇപ്പോൾ എക്സിക്യൂട്ടീവിലെടുത്തു, ഇപ്പോൾ അയാളെ സെക്രട്ടേറിയറ്റിലെടുത്തു. അദ്ദേഹമാണ് ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത്. പാലക്കാട് എവിടെ ചോദിച്ചാലും പറയും ഇതാരുടെ ഭൂമി, 10 ഏക്കറും 15 ഏക്കറും വരുന്ന ഭൂമി ഇത് സുരേഷ് രാജ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭൂമിയാണ്. ഇതാരുടെ ഭൂമി, ഇതാരുടെ കെട്ടിടം, അങ്ങനെ
ചോദിച്ചാൽ നിരവധി സ്ഥലങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പാലക്കാട് നിന്നുള്ള സുരേഷ് രാജാണ് അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ദശലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ അവസരത്തിലും മില്ലുകളിൽ നിന്ന് വാങ്ങുന്നത്. മറ്റ് നിരവധി അഴിമതികൾ, ഏലക്ക അഴിമതിയും സഞ്ചി അഴിമതിയുമെല്ലാം കേരളം കണ്ടതാണ്. അതുപോലെ തന്നെ പലയിടത്തും അയക്കുന്ന നമ്മുടെ ഭരണപരമായ പദവികളിൽ അയക്കുന്ന ആളുകളെ ഉപയോഗിച്ച് വലിയ തോതിൽ പണപ്പിരിവും അഴിമതി നടത്തുകയാണ്. ഡെപ്യൂട്ടി മേയർമാർ, ഇപ്പോഴത്തെ മേയർ, മുൻപത്തെ മേയർ നമുക്കറിയാം, അവരെല്ലാം ഉപയോഗിച്ച് വലിയ തോതിൽ ഈ നഗരത്തിലെ സ്ഥാപനങ്ങളിൽ നിന്ന് അഴിമതിയിലൂടെ പണം സമാഹരിക്കുകയാണ്. ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോൾ നഗരത്തിൽ പുതിയ വീടും സ്ഥലങ്ങളുമെല്ലാം ഇവരെല്ലാം ചേർന്ന് വാങ്ങുകയാണ് ബിനാമി പേരിൽ, കുടുംബാംഗങ്ങളുടെ പേരിൽ. അങ്ങനെ വലിയ തോതിൽ അഴിമതി ആ നിലയിൽ നടത്തുന്നു. ദേവസ്വം ബോർഡ് മെമ്പർ വെച്ചാൽ ദേവസ്വം ബോർഡ് കോളേജുകളിൽ വഴിവെട്ട നിയമനങ്ങളിലൂടെ അഴിമതി ആ നിലയിൽ നടത്തുന്നു. അങ്ങനെ ഓരോ നിലയിലും എവിടെയൊക്കെ ഇത്തരം ഭരണപരമായ സ്ഥാപനങ്ങളിൽ ആളുകളെ അയച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവരുപയോഗിച്ച് അഴിമതി നടത്തുന്നതിലേക്ക് ഈ പാർട്ടി നേതൃത്വം, ഈ രണ്ടാളുകളും ആ നിലയിൽ മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ പ്രമുഖമായ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്ണർ, ബിനാമി പാർട്ട്ണർ കൂടിയാണ് കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. ഒരുപക്ഷെ അതെല്ലാം കുറേ ആളുകളുടെ ഇടയിൽ പരസ്പരം മർമറിംഗ് ക്യാമ്പയിന് പോലെ പരസ്പരം പറഞ്ഞു വെക്കുകയാണ്. പുറത്ത് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയാൻ പലർക്കും ഇക്കാര്യത്തിൽ പേടിയാണ്. സപ്ലൈകോയിലെ ബിനാമി ഇടപാടുകാരനായാണ് അദ്ദേഹം. ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സപ്ലൈകോ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും നഗരത്തിലെ മറ്റൊരു പാർട്ടി പ്രവർത്തകനും കൂടി ചേർന്നിട്ടുള്ളൊരു കൂട്ടുകച്ചവടം ഇദ്ദേഹം ആരംഭിച്ചു. ആ കൂട്ടുകച്ചവടം തുടരുകയാണ്. ഒരുപക്ഷെ ആ കൂട്ടുകച്ചവടത്തിൻ്റെ ബാക്കി പത്രമാണ് ഇവിടെ 3 തവണ ജയിച്ച MLA-മാർ PS സുബാലും EK വിജയനും അടക്കമുള്ള ഏറ്റവും സീനിയാരിറ്റി ഉള്ള MLA-മാർ നിൽക്കുമ്പോൾ ആ കൂട്ടുകച്ചവടത്തിലൂടെ അതിൻ്റെ ബാക്കി പത്രമാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPI-യിൽ ഈ കുറേ നാളുകളായി അവിടെ ആളുകളെ ഭരണപരമായ പദവികൾ നിയോഗിക്കുന്നത് പാർട്ടിയുടെ സീനിയോറിറ്റിയോ അതുപോലെ അത് ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള മികവോ അല്ലാതായി മാറിത്തീർന്നിരിക്കുകയാണെന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിപദവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഇടപാടുകൾ വലിയ തോതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിക്കകത്തും പുറത്തുമെല്ലാം ചർച്ചയാണ്. അതിനെല്ലാം സംബന്ധിച്ച് വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ട സമയത്ത് തീർച്ചയായും അവിടെ വെളിപ്പെടുത്തും. സാമ്പത്തികവും മറ്റ് പല ഇടപാടുകളും നടന്നു എന്നുള്ളതാണ്. ഇന്ന് സപ്ലൈകോയുടെ അഴിമതി, വലിയ തോതിലുള്ള അഴിമതിയാണ് സപ്ലൈകോയിൽ നടക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാണ്. ഇവിടെ കടുമണി പോലുള്ള പയറാണ് അവിടെ കൊടുക്കുന്നത് എന്ന് ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞ സഖാക്കളെ കണ്ണുരുട്ടി കാണിക്കുകയാണ്. വേദിയിൽ മന്ത്രി തന്നെ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ വേദിയിലേക്ക് ചർച്ചയിൽ പങ്കെടുത്തിറങ്ങുന്ന ആളുകളെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നു. ഏത് കാലത്ത്, ഏത് ലോകത്താണ്, ഏത് രാജ്യത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ ചർച്ചയെ തടയുന്നത്, അഭിപ്രായ പ്രകടനത്തെ തടയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് മിസ്മാനേജ്മെൻ്റാണ് കേരളത്തിലെ സപ്ലൈകോ എന്ന് ഈ കേരളത്തിലെ ധനവകുപ്പിനും ഗവൺമെൻറ്റിനും കൂടുതൽ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ആവശ്യത്തിന് ഫണ്ട് ഒരു കാലത്തും കൊടുത്തിട്ടുള്ള 5 ഓണത്തിൻ്റെ ദിനങ്ങൾ ഉത്സവകാലം ഈ കേരളത്തിലുണ്ടായി. ഗവൺമെൻറ് കാലത്ത് ഈ 5ാമത്തെ വർഷത്തിലാണല്ലോ കുറച്ച് സാധനങ്ങളെങ്കിലും ഉണ്ടായിരുന്നത്. അത് 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിലായതുകൊണ്ട് ധനവകുപ്പും ഈ ഗവൺമെൻറ്റിനെ പൈലറ്റ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അത് ആ നിലയിൽ കണ്ടുകൊണ്ടായിരിക്കും പണം അനുവദിച്ചത്. പണം അനുവദിക്കാത്തതിൻ്റെ പ്രധാന കാരണം അതാണ്. പല ഫയലുകളും വിജിലൻസിൻ്റെ മുമ്പിൽ, ആഭ്യന്തര വകുപ്പിന് മുന്നിലുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ധനവകുപ്പും അതുപോലെ തന്നെ മുഖ്യമായ ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുമല്ല. ഇവിടെ ഇപ്പോൾ വിലക്കയറ്റം നിയന്ത്രിച്ചു എന്ന വീമ്പാണ് ഇളക്കുന്നത്. ഈ കേരളത്തിൽ ആദ്യമായി വിലക്കയറ്റം നിയന്ത്രിച്ച, ലോകത്തൊരു പക്ഷേ ആദ്യമായി വിലക്കയറ്റം നിയന്ത്രിച്ച മന്ത്രിയാണ് GR അനിൽ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. പല സാധനങ്ങൾക്കും സപ്ലൈകോയിൽ ഇവിടെ പുറമേയുള്ള വിലയിൽ നിന്ന് വില കൂടുതലാണ്. ഉദാഹരണത്തിന് ഈ ഓണക്കാലത്ത് ശർക്കരയുടെ വില 30 രൂപ കൂടുതലാണ്. അങ്ങനെ ഓരോ സാധനത്തിനും. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇല്ല കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പോവും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആ നിലയിൽ വലിയ തോതിലുള്ള സമ്പത്ത് ഇന്ന്
ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കടയ്ക്കലിലെ എട്ടിവ സർവീസ് സഹകരണ ബാങ്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിൽ വെള്ളയിലിരിക്കുന്നൊരു ബാങ്കാണ്. അവിടെ ഒരുപാട് ഡമ്മി അക്കൗണ്ടുകളിൽ വലിയ തോതിലുള്ള സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ മറ്റൊരു നേതാവ്, അദ്ദേഹം പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ ഇപ്പോഴും അംഗമാണ്. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹവും ഒരു പണം സൂക്ഷിപ്പുകാരനാണ്. അപ്പം അതുകൊണ്ട് എട്ടിവ സഹകരണ ബാങ്കിലെ ഈ ഡമ്മി അക്കൗണ്ടുകളിലെ നിയമനങ്ങളടക്കം, ഡമ്മി അക്കൗണ്ടിലെ പണം നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ജില്ലാ സെക്രട്ടറി, അതിവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വകാര്യ സംരംഭമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ല. അഭിപ്രായം പറയുന്ന ആളുകളെ അടിച്ചമർത്തുകയാണ്. മഹാഭൂരിപക്ഷം ആളുകളും അസംതൃപ്തരായി ഈ പാർട്ടിയിൽ നിന്ന് തുടരുകയാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് രീതിക്കപ്പുറമായി അടിമ ഉടമ സമ്പ്രദായം തുടരുകയാണ്. കമ്മ്യൂണിസ്റ്റ് അടിമകളെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, അടിമ മനോഭാവത്തിൽ കഴിയുന്ന ആളുകൾ ഇവിടെ അതെല്ലാം ഉപേക്ഷിച്ച് അടിമ ചങ്ങല വലിച്ചെറിഞ്ഞ് അവർ പുറത്തേക്ക് വരണം എന്നുള്ളതാണ്, അവർ പ്രതികരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ വ്യാപകമായ ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലുമെല്ലാം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പാർട്ടി വിട്ട് പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ തിരുവനന്തപുരം DC ഓഫീസിൽ സാധാരണക്കാരായ ആളുകൾക്ക് കടന്നു ചെല്ലാൻ പാർട്ടി പ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അവസരമുണ്ട്. അവിടെ എല്ലാം പോയാൽ ഏതിനും എന്തിനും പൈസ എന്നുള്ള നിലയാണ്. അവിടെ വിലവിവര പട്ടിക എഴുതി വച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സ്ഥലമാറ്റം, അവിടെ നിയമനങ്ങൾ, പോസ്റ്റിങ്, എല്ലാത്തിനും പണമാണ്. ലക്ഷക്കണക്കിന് രൂപയാണ്. അതിനെല്ലാം ചില ഇടനിലക്കാരുമുണ്ട്. ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിരവധിയായ നിയമനങ്ങളിൽ, അത് ഒന്ന്, ഏറ്റവും ഒടുവിൽ 36 പേരെ മൃഗസംരക്ഷണ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ എംപ്ലോയ്മെൻ്റ് വഴി സ്ഥിരം നിയമനം നടത്തപ്പെട്ടു. തൊട്ടടുത്ത മാസമാണ്. 36 പേരിൽ 20 നിയമനങ്ങൾ പണം വാങ്ങിക്കൊണ്ട് നിയമനം നടത്തിയതാണ് എന്ന് പറയേണ്ടി വരും. എനിക്ക് ചുമതലയുള്ള അരുവിക്കര മണ്ഡലത്തിൽ ചില ശുപാർശയെല്ലാം നടക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഓരോ പാർട്ടികളും അധികാരത്തിലിരിക്കുമ്പോൾ അവർ വകുപ്പ് എല്ലാം വരുമ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് വഴിയുള്ള നിയമനങ്ങളിലെല്ലാം സ്ഥിര നിയമനങ്ങളാണ്. ചില ശുപാർശകൾ നടക്കും, അത് സ്വാഭാവികം മാത്രമാണ്. ആ നിയമനങ്ങളിൽ വസ്തുനിഷ്ഠമായി പറയാം, എനിക്ക് ചുമതലയുള്ള അരുവിക്കര മണ്ഡലം, ആ അരുവിക്കര മണ്ഡലത്തിൽ നിന്ന് പാർട്ടി മണ്ഡലം കമ്മിറ്റി കൂടുമ്പോൾ വലിയ വിവാദമുണ്ടായി, വലിയ എതിർപ്പുകളുണ്ടായി. ഞങ്ങളറിയാതെ ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ഇങ്ങനെ ശുപാർശ ചെയ്ത ആളുകളെ നിയമിച്ചിരിക്കുന്നു. അവിടെ ഒരാളിനെ മാത്രമാണ് പാർട്ടി അറിഞ്ഞുകൊണ്ട് നിയമിക്കപ്പെട്ടത്. മറ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ എല്ലാം വലിയ ബഹളമായി. അത് ആവർത്തിച്ചപ്പോൾ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ ആ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, ഇത് ശുപാർശ ചെയ്ത DC, ജില്ലാ കൗൺസിൽ, ജില്ലാ കമ്മിറ്റി, ജില്ലാ നേതൃത്വം അതിനെ സംബന്ധിച്ച് അതിൻ്റെ നിജസ്ഥിതി ഇവിടെ ബോധ്യപ്പെടുത്തണം. നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ DC-ക്ക് കത്തെഴുതാൻ പാർട്ടി മണ്ഡലം കമ്മിറ്റി തീരുമാനിക്കപ്പെട്ടു. അത് എന്നെ പുറത്താക്കുന്നതിൽ, അതിൻ്റെ വേഗത കൂട്ടുന്നതിൽ ഒരു കാരണമായി മാറി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു ഘടകവും ആലോചിക്കാതെ ജില്ലാ സമ്മേളനം കഴിഞ്ഞ ഉടൻ അടുത്ത് കൂടിയ കമ്മിറ്റി, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയ കമ്മിറ്റി, മറ്റ് സംസ്ഥാന സമ്മേളനത്തിന് പുറത്തുനിന്ന് കൂടിയ കമ്മിറ്റി, ഏകപക്ഷീയമായി ജില്ലാ സെക്രട്ടറി പങ്കോട് രാധാകൃഷ്ണൻ അദ്ദേഹം പ്രഖ്യാപിച്ചു, മീനാങ്കൽ കുമാർ അവിടെ നിന്ന് ചുമതല മാറണം. ഇതുന്നയിക്കപ്പെട്ട 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ 2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ എന്നെ മാറ്റിയതിനു ശേഷം മാറ്റുകയാണ് ഉണ്ടായത്. കുറ്റിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനോദ് അടക്കമുള്ള ആളുകൾ. അവിടെ ആ പരിധിക്കുള്ളിൽ നിന്ന് ഒരു ഇടനിലക്കാരനായ പാർട്ടി നേതാവ്, ജോലി കിട്ടിയ ആളിൽ നിന്ന് ഒരു ബിസിനസ്സുകാരൻ വഴി ആദ്യം 2 ലക്ഷം രൂപയും പിന്നെ 4.5 ലക്ഷം രൂപയും 7 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമനത്തിന് ഈ നിലയിലേക്ക് വാങ്ങിയാൽ എങ്ങനെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോൾ
ഇന്നലെ വരെ ഒരു പ്രശ്നമില്ല. ഇന്നിപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ കള്ളന് തുള്ളൽ വരുമെന്ന് പറഞ്ഞതുപോലെ നാളെ ഞാൻ സാമൂഹ്യ വിരുദ്ധനായി ചിത്രീകരിക്കപ്പെടും, ഞാൻ കള്ളനായി, ഞാൻ മാഫിയ ബന്ധമുള്ളവനായി എല്ലാം ചിത്രീകരിക്കപ്പെടും. എനിക്കൊന്നേ പറയാനുള്ളൂ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇന്ന് നെടുമങ്ങാടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖമായ ഒരു ക്വാറിയുടെ മുഖ്യമായ ബിനാമി പാർട്ട്ണറാണ്. ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഒട്ടുമിക്ക പ്രദേശത്തുള്ള പാർട്ടിക്കാർക്കും അറിയാം. അദ്ദേഹം ഒരു ക്വാറി, ഒരു വ്യവസായം തുടങ്ങുന്നതിന്, ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ആർക്കും എതിർപ്പില്ല. പക്ഷേ അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്താൻ പാടില്ല. 15 ഏക്കറിലധികം വരുന്ന ഭൂമി അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി അവിടെ ക്വാറി നടത്താൻ തീരുമാനിച്ചു. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും സുഗതകുമാരി ടീച്ചറടക്കം അവിടെ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് തടയപ്പെട്ടു. എങ്കിലും അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട CPIയുടെ പഴയ ലോക്കൽ പാർട്ടി നേതാവായിരുന്ന പേര് വേണമെങ്കിൽ വെളിപ്പെടുത്തേണ്ട സന്ദർഭത്തിൽ വെളിപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ ക്വാറിയിലെ പ്രധാന പാർട്ണറാണ്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ക്വാറി കമ്പനികളിൽ നിന്നും കൃത്യമായി മാസപ്പടി വാങ്ങുന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് CPIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്ന് പറയാൻ, അത് പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിപ്പോൾ പുറത്തു പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട ചർച്ച പാർട്ടി കമ്മിറ്റിയിൽ വന്നതിന് പുറമെ സംസ്ഥാന ജില്ലാ സമ്മേളനം നടക്കുന്ന ടാഗോർ തിയേറ്ററിൻ്റെ ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി, എൻ്റെ അടുത്ത സുഹൃത്തും, ഞങ്ങൾ ഒരുമിച്ച് AIVFൻ്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളായി പ്രവർത്തിച്ചിട്ടുള്ള സൗഹൃദമുള്ളയാൾ എന്നെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്, ദേശീയ കൗൺസിൽ അംഗമാണ്. അപ്പോൾ ഇതെല്ലാം വരുന്ന സന്ദർഭങ്ങളിൽ കൂടുതൽ എതിരായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന സാഹചര്യം വന്നപ്പോഴാണ് എന്നെ പുറത്താക്കാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞത് ജില്ലയിലെ ക്വാറികളിൽ നിന്ന് മാസപ്പടി വാങ്ങുകയാണ്. അതുപോലെ തന്നെ വകുപ്പ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വകുപ്പുകളിലെ ജില്ലാ, താലൂക്ക്, ബ്ലോക്ക് തല സ്ഥലമാറ്റങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി പടി നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഇവരുടെ അഴിമതിയെ സംബന്ധിച്ച് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. സംഘടനാപരമായി ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സമ്മേളനമെല്ലാം നടത്തി കഴിയുമ്പോൾ എന്താണ് സ്ഥിതി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 20,000 പാർട്ടി മെമ്പർമാരുണ്ട്. 20,000 പാർട്ടി മെമ്പർമാർ എങ്ങനെയാണ് നിലനിർത്തിയിരിക്കുന്നത്? 20,000 പാർട്ടി മെമ്പർമാർ, അതിൽ താഴോട്ട് മെമ്പർഷിപ്പ് പുതുക്കുന്ന സന്ദർഭത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരോട്, ചുമതലയുള്ള മണ്ഡലം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോട് പറയും, ഒരു മെമ്പർഷിപ്പും കുറയാൻ പാടില്ല, ഒരു മെമ്പർഷിപ്പും കുറയാൻ പാടില്ല. അവരെന്താണ് ചെയ്യുന്നത്? അവർ കയ്യിൽ നിന്നും കടം വാങ്ങിയ മെമ്പർഷിപ്പ് ലെവി ആ റോളനുസരിച്ച് പുതുക്കി എഴുതി ഒരു ഘട്ടത്തിലും ഒരു കാരണവശാലും പുതിയ മെമ്പർമാർ ഉണ്ടാക്കാതിരിക്കാൻ പാടില്ല. ആരെങ്കിലും കുറച്ച് പേരുകളും എഴുതി വെച്ച് അവർ മെമ്പർഷിപ്പ് പുതുക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ പാർട്ടി മെമ്പർഷിപ്പിലെ ഒരു 1/3% CPIയുടെ 1/3% അവർ പാർട്ടി മെമ്പർമാരാണ് എന്നറിയുന്നില്ല. കാരണം അവർ ലെവി കൊടുക്കുന്നില്ല, അവർ ബ്രാഞ്ച് കമ്മിറ്റികളിൽ പോകുന്നില്ല. കണ്ടാൽ ചിരിക്കുന്നവരും കാണാൻ കൊള്ളാവുന്നവരുമായ ആളുകളെ ഈ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരികയും പാർട്ടി മെമ്പർഷിപ്പിൽ നിലനിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. 1/3 ആളുകൾ ഇതറിയുന്നില്ല. പിന്നെ 2 ആളുകൾ, ആ 2 ആളുകളിൽ ഒരു ഭാഗമാണ് പാർട്ടി ബ്രാഞ്ചുകളിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ ശതമാനമാണ് പാർട്ടി ഘടകങ്ങളിൽ, പാർട്ടി ക്യാമ്പയിനുകളിലേക്കും സമരങ്ങളിലേക്കും വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ സമ്മേളനങ്ങളിലേക്ക് ആൾ വരുന്നത്, സമരങ്ങളിലേക്ക് ആൾ വരുന്നത്? അത് ഞങ്ങളെപ്പോലുള്ള തൊഴിലാളി വർഗം, തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികളും ഈ തിരുവനന്തപുരത്ത് വിജയിപ്പിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ 35 ലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയുള്ള ഈ തിരുവനന്തപുരം ജില്ലയിൽ 20,000 പാർട്ടി മെമ്പർമാരുടെ സ്ഥിതി ഞാൻ പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPI ഇവരെല്ലാം ധരിക്കുന്നത് അതിശക്തമായ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ്. എന്നെപ്പോലുള്ള ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ പോലുള്ള 100 കണക്കിന് ആളുകൾ എടുക്കുന്നൊരു എഫർട്ട്, എടുക്കുന്ന ഒരു പ്രവർത്തനം, ആ പ്രവർത്തനമാണ് ഈ പാർട്ടിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അത് ഇത്തരം സമീപനങ്ങളിലൂടെ ആളുകൾ ഇവരുടെ നിലപാടിന്, ഇവരുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് പുറത്തു വരുന്ന സാഹചര്യത്തിലൂടെ ഈ പാർട്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ബലൂണിലെ കാറ്റ് പോയതുപോലെ, മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്നെല്ലാം ഒലിച്ചു പോയതുപോലെ പൂർണ്ണമായി തകർന്ന് തരിപ്പണമാകും എന്നുള്ള സ്ഥിതിക്ക് കാര്യമില്ല. പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ CPM എന്ന് പറയുന്ന പൈലറ്റ് പാർട്ടി, ആ പാർട്ടി എല്ലാം ചെയ്തു കൊടുക്കണം. ആ പാർട്ടിയുടെ ഒരു തിണ്ണബലത്തിലാണ് അസംബ്ലി സീറ്റുകൾ ജയിക്കുന്നത്, പാർലമെൻറ്റ് സീറ്റുകൾ ജയിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1000-ലധികം വരുന്ന ബൂത്തുകളുള്ള ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ
എത്ര ബൂത്തിൽ കൺവീനർമാരെ കൊടുക്കാൻ കഴിയും ഈ മത്സരിക്കുന്ന പാർട്ടിക്ക്? ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥലത്തോ അല്ലാത്തോ ഇടങ്ങളിൽ എവിടെ നമുക്കത് കൊടുക്കാൻ കഴിയും? അപ്പോൾ CPM-ന്റെ തിണ്ണബലത്തിൽ അവരുടെ പ്രവർത്തനത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായി ജയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സംഘടനകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. AIYF-ന്റെ യൂണിറ്റ് സെക്രട്ടറി മുതൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ ആയി പ്രവർത്തിച്ച ഒരാളാണ്. AIYF ഇന്ന് ഒരിടത്തുമില്ല. മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം. പഴയ ആളുകളുണ്ടെങ്കിൽ പഴയ കാലത്തെ ഞങ്ങളടക്കമുള്ള ആളുകളുടെ പ്രവർത്തനം അറിയാം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അറിയാം. കിസാൻ മഹിളാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അറിയാം. ഇന്ന് പിരിവ് എല്ലാ മാസവും പിരിവുള്ള ഒരു പാർട്ടിയാണ്. അത് ജനങ്ങൾ, പാർട്ടി സഖാക്കൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ആ നിലയിലേക്ക് പാർട്ടി മാറിയിരിക്കുകയാണ്. പാർട്ടിയിൽ ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പാർട്ടിയിൽ ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് അടുപ്പക്കാരായിട്ടുള്ള ആളുകളെയാണ്. അവരുടെ സിൽബന്ധികളായി കൂടെ നിൽക്കുന്ന ആളുകളെയാണ്. ചുറ്റിലും നിൽക്കുന്ന ആളുകളെ സീനിയോറിറ്റിയുള്ള, പ്രവർത്തന മികവുള്ള, പാർട്ടി പ്രവർത്തനങ്ങളിൽ ത്യാഗം സഹിച്ചിട്ടുള്ള, പാർട്ടി പ്രവർത്തനങ്ങളിൽ മർദ്ദനമേറ്റിട്ടുള്ള, പാർട്ടി പ്രവർത്തനങ്ങളിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളുകളെല്ലാം മാറ്റി നിർത്തി അവർക്ക് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന ഒരു നിലയിലേക്കാണ് ഈ പാർട്ടി ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഒരേ സമ്മേളന കാലയളവിൽ ലോക്കൽ സമ്മേളനം നടന്നാൽ ലോക്കൽ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കുന്നു. ചില ആഴ്ചകൾ കഴിയുമ്പോൾ മണ്ഡല സമ്മേളനം നടക്കും, മണ്ഡല കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനം നടക്കും, ജില്ലാ സമ്മേളനത്തിലേക്ക് എടുക്കുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം നടക്കും, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. ഒരേ കാലയളവിൽ എടുത്ത അങ്ങനെ നിരവധിയായ ആളുകളുണ്ട്. വർഷങ്ങളായി സീനിയായിട്ടുള്ള ആളുകൾ നോക്കി നിൽക്കുകയാണ്. ആ നിലയ്ക്ക് ഇവർ മുന്നോട്ട് പോകുന്നു. ഇവിടെയെല്ലാം അഭിപ്രായം പറഞ്ഞാൽ അവരെ പുറത്താക്കുന്ന നിലയിലേക്കാണ് ഈ പാർട്ടി CPI മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. പാർട്ടി സഖാക്കൾ വലിയ തോതിൽ ജില്ലയിൽ നിന്ന് വിട്ടുപോയി. കഴക്കൂട്ടത്ത് ഈ അടുത്ത സമയത്ത് ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ അടക്കമുള്ള 6 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. ഇവിടെ നെടുമങ്ങാട് താലൂക്കിലെ വിവിധ CPM ഏരിയ കമ്മിറ്റികളിൽ ഇന്നുള്ള മിക്കവാറും അംഗങ്ങൾ CPI വിട്ടുപോയവരാണ്. നിരവധി ആളുകളുണ്ട്. ഞാൻ പേരുകൾ ഒന്നും പറയുന്നില്ല. നേരം നിറയുമുള്ള CPIയുടെ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, രാമേന്ദ്രൻ നായർ. അദ്ദേഹത്തെ പാർട്ടിയിൽ നിൽക്കാൻ അനുവദിച്ചില്ല. അന്ന് അദ്ദേഹം CPM-ലാണ്. പേരെടുത്ത് പറയാൻ നിരവധി പേരുകൾ ജില്ലയിൽ പറയാനുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നു. അരുൺ ബാബു എന്ന് പറയുന്ന AISF-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റുമായിരുന്നു ചെറുപ്പക്കാരൻ. ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം BJP-യിലേക്ക് പോയിരിക്കുകയാണ്. BJP-യിലേക്ക് പോയതൊട്ടും ന്യായീകരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ BJP പാളയത്തിലേക്ക് ഇവർ എത്തിച്ചതാണ്. KP ശങ്കരദാസ് കോടിക്കണക്കിന് രൂപ വിലയുള്ള നഗരത്തിലെ ഓഫീസ് അടക്കം തമ്പാനൂരിൽ ഈ പാർട്ടിക്ക് കൈമാറി RSPയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളുമായി ഇവിടെ വന്നതാണ്. പാർട്ടിയിൽ ഒരിടത്തുമില്ലാത്ത സ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി. ഇവിടെ പാർട്ടി കെട്ടിപ്പടുത്ത കേരളത്തിന്റെ മുൻമന്ത്രി സഖാവ് C. ദിവാകരൻ, അദ്ദേഹത്തിന്റെ സ്ഥാനം ഇന്ന് ഈ പാർട്ടിയിൽ എവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രായത്തിന്റെ കാര്യം ഞാൻ പിന്നല്ലേ വരാം. പ്രായം മാനദണ്ഡമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റുമ്പോൾ ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്ത അയാളാണ്. കഴിഞ്ഞ സമ്മേളനം നടക്കുമ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ 3 ആളുകൾ, പൂച്ചൽ ഷാഹുൽ, കള്ളിക്കാട് ചന്ദ്രൻ, അതുപോലെ തന്നെ M. രാധാകൃഷ്ണൻ നായർ, അവരെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് മാത്രമല്ല, കൗൺസിലിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല, സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്ത സംസ്ഥാന സമ്മേളന പ്രതികളാണ്. തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഫോണിലൂടെ അവരെ ഒറ്റ വാക്കിൽ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എവിടെയാണ്, ഏതു രീതിയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ചിലരെ ഒഴിവാക്കുക മാത്രമല്ല, മാനസികമായി തളർത്തി കൊല്ലുക കൂടി ചെയ്യും. ആടിനെ പട്ടിയാക്കിയും പട്ടിയെ പേപ്പട്ടിയാക്കിയും പിന്നെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കും. ഇപ്പോൾ കുറ്റ്യാനിക്കാട് മധു പാർട്ടിയിൽ നിന്ന് ഔട്ട് ചെയ്ത് പുറത്താക്കുകയും അദ്ദേഹം അസുഖം മൂലമാണ് മരിച്ചതെങ്കിലും അതിന് പിന്നിൽ മാനസിക പീഡനമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ പറയുന്ന ആളുകൾക്കെതിരായി പരാതി നൽകുകയും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം 1-2 ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞാനടക്കമുള്ള കാനമടക്കമുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് ചെറിയൊരു സാമ്പത്തിക സഹായം 10 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി ആ വീട്ടിലേക്ക് പോയപ്പോൾ വലിയ പ്രതികരണമാണ്, വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പൈസ, ആ പണം തട്ടി കളയുന്ന നിലയിലേക്ക്, അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് പണം ഏൽപ്പിച്ച് മടങ്ങിപ്പോകേണ്ടി വന്നു. കുറ്റ്യാനിക്കാടും അതുകൊണ്ട് സ്ഥിതിയാണെങ്കിൽ AP സരിത്ത് എന്ന പഴയ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് അവസാന നാളുകളിൽ മരണപ്പെട്ടത് എന്ന് നമുക്കറിയാം. കുത്തിക്കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുകയല്ല, ഒരു മാനസികമായി പീഡിപ്പിച്ചു കൊല്ലുകയാണ്. സുജനപ്രിയന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഓഫീസിന്റെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തെ മാനസികമായി ഇവർ ഞെരുക്കിയിരുന്നു. ഗ്രൂപ്പിസവും ചേരിതിരിവും ഇന്ന് പാർട്ടിയിൽ അതിശക്തമായി അതിന് ഇവർ നേതൃത്വം കൊടുക്കുകയാണ്. അത് നന്നായി വഴങ്ങുന്നയാളാണ്, നന്നായി
അതിന് മെയ്വഴക്കമുള്ള ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് സെക്രട്ടേറിയറ്റ് മെമ്പറായ ഭക്ഷ്യ പൊതുജന വകുപ്പ് മന്ത്രി. അദ്ദേഹം നേമം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന നിയമമണ്ഡല സെക്രട്ടറിയെ അദ്ദേഹം തോൽപ്പിച്ചുകൊണ്ടാണ് വ്യാജമായ നിലയിൽ, ശരിയായ നിലയിലല്ല, വ്യാജമായ നിലയിൽ തോൽപ്പിച്ചുകൊണ്ടാണ് മണ്ഡല സെക്രട്ടറി ആകുന്നത്. പിന്നെ എല്ലായ്പ്പോഴും ജില്ലാ സെക്രട്ടറി ആകുന്ന ഒരു മത്സരത്തിലൂടെയാണ്. അറിഞ്ഞോ അറിയാതെയല്ല നമ്മളെല്ലാം അതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു പ്രയാസം കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഗ്രൂപ്പിസവും ചേരിതിരിവും ഇവിടെ തുടരുകയാണ്. പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കൽ ഇപ്പോൾ 2011 അന്നത്തെ ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ നായർ നെടുമങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ മുഖ്യമായ പങ്ക് വഹിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ ആളുകളാണ് മങ്കോട്ട് രാധാകൃഷ്ണനും GR അനിലും. അവരെ പുറത്താക്കാൻ അന്നത്തെ കമ്മീഷന്റെ ശുപാർശ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാനടക്കമുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന 15 കൊല്ലക്കാലത്തിന് മുമ്പ് കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളുകളാണ്, അവർ ഈ പാർട്ടിക്ക് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ന്യായമില്ലെങ്കിലും അന്നത്തെ ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ നായരെ തള്ളിക്കൊണ്ട് ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെ പുറത്താക്കാൻ വെച്ചിരുന്ന നടപടി ലഘൂകരിക്കാൻ അതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ അവർ കാണുമില്ല ആയിരുന്നു. ഇവിടെ ബെനറ്റ് എബ്രഹാമിൻ്റെ വിവാദം ഉണ്ടാക്കിയതും പേയ്മെന്റ് സീറ്റാണെന്ന് വിവാദം ഉണ്ടാക്കിയതും തോൽപ്പിച്ചതിലും മുഖ്യ പങ്ക് വഹിച്ച ആളുകളാണിത്. രാമചന്ദ്രൻ നായരെ പിന്നീട് പാർലമെന്റ് ഇലക്ഷനും തോൽപ്പിക്കാൻ, അതിനു മുമ്പ് പാർലമെന്റ് ഇലക്ഷനും 2009 തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ അത് വലിയ വോട്ടിന്റെ വ്യത്യാസമായതുകൊണ്ട് വലിയ ചർച്ചയില്ലാതെ പോയി. അങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ ഇവരെ സംബന്ധിച്ച് ഇത്തരം നടപടികൾ നേരിട്ടുള്ളവരാണ്. അങ്ങനെ നിരവധിയായ പരാതികൾ, ഞാനത് പറയുന്നില്ല. ചില പരാതികൾ, ചില ആളുകളെല്ലാം കൊടുത്ത പരാതികൾ, നമ്മൾ സ്ത്രീ സുരക്ഷയുടെ ആളുകളാണല്ലോ, ചില കുടുംബനാഥന്മാരെല്ലാം കൊടുത്ത പരാതി ഇവിടെ പറയാൻ കഴിയില്ല. ആ പരാതി എല്ലാ സംസ്ഥാന കൗൺസിലും ജില്ലാ കൗൺസിൽ ഓഫീസിലുമെല്ലാം ഫയലുകളിലുണ്ട്. ആ പരാതിയുടെ വിവരങ്ങൾ ഇവിടെ പറഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യനാണെങ്കിൽ ഇവർ രാജിവെക്കുകയല്ല ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സ്ഥിതി വരെ ഉണ്ടാകും. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ നാവ്, എൻ്റെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല. അത്തരം പല സംഭവങ്ങളുമുണ്ട്. ഇന്ന് പണവും ഗ്രൂപ്പും അതുപോലെ തന്നെ മദ്യവും മാംസവും എന്നിവരുടെ പിടിയിലാണ് ജില്ലയിലെ CPI നേതൃത്വം എന്ന കാര്യത്തിൽ നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. കാട്ടാക്കടയിലെ ആസിഡ് ആക്രമണം, ഒരാൾ ആത്മഹത്യ ചെയ്ത, ഒരാൾ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് തുല്യമായി, മരിച്ചതിന് തുല്യമായി ജീവിച്ചിരിക്കുന്നു. അതിൽ വാസുരാങ്കിനെ വകവരുത്താനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് കഴിയാത്തതുകൊണ്ടാണ് മറ്റേ ആളിനെ അപകടപ്പെടുത്തിയത്. അയാൾ ഇന്ന് മരണത്തിന് തുല്യമായി ജീവിച്ചിരിക്കുകയാണ്. അത് ഈ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരള സംസ്ഥാനത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖം വികൃതമാക്കിയതാണ്. അവിടെ കൃത്യമായ അന്വേഷണം നടത്തി ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചത്. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ എന്ന് ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം ഇതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ്. അവർ ഉറക്കത്തിലാണ്. നമ്മളെല്ലാം പറഞ്ഞ പഴകിയ ഒരു പല്ലവിയുണ്ട്, അത് വീണ്ടും ആവർത്തിക്കേണ്ടി വരും. ഇവിടെ സ്കൂൾ വിദ്യാർത്ഥിയായ കുട്ടിയുടെ പരാതി പറയാൻ രക്ഷകർത്താവിനെ കാണാൻ ചെന്ന അധ്യാപകൻ്റെ സ്ഥിതി നമുക്കറിയാം. അതുപോലെയാണ് ഇവിടുത്തെ പരാതികൾ. അവിടെ ചെന്ന് പറഞ്ഞാൽ ആ പരാതികൾ ചവറ്റുകുട്ടയിലാണ്. ആ പരാതികളുടെ ഒരു നീണ്ട കോപ്പിയാണ്. ഒരുപാട് ചർച്ചകൾ, 3-4 പേർ ചേർന്ന ഒരു കോക്കസാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേരള സംസ്ഥാനത്ത് നയിക്കുന്നത്. അതൊരു പാർട്ടിയല്ല, അതൊരു ഉപജാപക സംഘമാണ് എന്ന് ഈ അവസരത്തിൽ പറയേണ്ടി വരും. ഇവിടെ അഭിപ്രായം പറയുന്നവരെ, നിലപാടുള്ളവരെ, അഴിമതി, കൈക്കൂലി, സംഘടനാ വിരുദ്ധ കാര്യങ്ങൾ ചോദ്യം ചെയ്തവരെ ഒഴിവാക്കുന്നു. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഇടുക്കിയിലെ കെ കെ ശിവരാമൻ. പ്രായത്തിൻ്റെ വ്യത്യാസമില്ല, 71 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ തുടരാൻ പറ്റും. അദ്ദേഹം ഇവിടെ അസന്നിഗ്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കൗൺസിലിൽ പുറത്തും പറയുന്നിടത്തെല്ലാം അഭിപ്രായം പറയുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി. ബാബു പോൾ മുൻ MLA ആണ്, എറണാകുളത്തു നിന്നുള്ള സഖാവാണ്. അദ്ദേഹവും കടുത്ത ഭാഷയിൽ വിമർശിക്കും, അദ്ദേഹത്തിനെയും ഒഴിവാക്കി. ചെറുപ്പക്കാരനായ സംസ്ഥാന കമ്മിറ്റി അംഗം സുബേഷ് സുധാകർ, ഈ മാനദണ്ഡത്തിൽ അദ്ദേഹത്തെയും ഒഴിവാക്കി. എം എൻ സ്മാരകം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, ചോദിക്കാം. അല്ല, അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ചോദിക്കാം. എം എൻ സ്മാരകം, നമ്മുടെ എം എൻ സ്മാരകം. അതെ, ചോദിക്കാം. അസ്വസ്ഥമായോണ്ട് ചോദിക്കാം. അപ്പോൾ എം എൻ സ്മാരകം
അതെ പറയാൻ പറയാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഞാനിപ്പോൾ എം എൻ സ്മാരകത്തിൻ്റെ ഇന്നത്തെ ഒരു സ്ഥിതി, എം എൻ സ്മാരകം ഇന്ന് നവീകരിച്ചിട്ടുണ്ട്. ആ എം എൻ സ്മാരകത്തിൽ ഇന്ന് സാധാരണക്കാരായ പാർട്ടിക്കാർക്ക് കടന്നു ചെന്ന് പഴയതുപോലെ ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ എന്താ ചർച്ച? അവിടെ RSSകാരായ ആളുകളെ പോലും ജീവനക്കാരായി വെക്കുന്നു. അതിലൂടെ RSSകാരായ ആളുകൾ താൽക്കാലിക നിയമനങ്ങളിലേക്ക് കടന്നു വരുന്നു. വടക്കൻ ജില്ലകളിൽ നിന്ന് യാത്ര ചെയ്ത് രാവിലെ വെളുപ്പാങ്കാലത്തെത്തുന്ന ആളുകൾക്ക് അവിടെ പോയി കുളിച്ച് വസ്ത്രം മാറി ഓരോ പാർട്ടി പരിപാടികൾക്കും മറ്റാവശ്യങ്ങൾക്ക് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്നിപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ്. എന്ത് അഴിമതിയും കാണിക്കുന്ന ആളുകളെ ഈ പാർട്ടിയിൽ നിലനിർത്തിക്കുന്നു. CK ശശിധരൻ ഉദാഹരണമാണ്. കോട്ടയത്തെ കമലാ സദാനന്ദൻ്റെയും KM ദിനകരൻ്റെയും പരസ്യമായ ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ട് യാതൊരു നടപടിയുമില്ല. CK ശശിധരൻ്റെ കാര്യം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലാണ് നമ്മുടെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഏത് പദവിയിൽ ആളുകളെ നിയമിക്കാനും ഇന്നിപ്പോൾ PSC മെമ്പറായിരുന്ന ഒരാൾ കോടിക്കണക്കിന് രൂപ 6 വർഷക്കാലം കൊണ്ട് വരും, പിന്നെ ശമ്പളവും അലവൻസുമായി കൈപ്പറ്റിയ ആൾ ഒരു തൊട്ടടുത്ത് ഇറങ്ങി 3 മാസം തികയുന്നതിന് മുമ്പ് ഫുഡ് കമ്മീഷനിലെ ചെയർമാനായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള പാർട്ടി ചർച്ച ചെയ്യപ്പെടുകയാണ്, പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തിലും അധികാര സ്ഥാനങ്ങളിലും അർഹതയുള്ളവരെ തടയുന്നു. ഇപ്പോൾ K ഇസ്മായിലിൻ്റെ കാര്യം നമുക്കറിയാം, ശ്രീനിവാറിൻ്റെ കാര്യം നമുക്കറിയാം. പ്രായത്തിൻ്റെ ആയിരുന്നു മാനദണ്ഡം. ഇപ്പോൾ D രാജ തുടരുകയല്ലേ. അപ്പോൾ ആ മാനദണ്ഡം അപ്പാടെ ലംഘിക്കുകയും ബലികഴിപ്പിക്കുകയും ചെയ്യും. ഇത്തരം ആളുകളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്.